ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാവരും വിശേഷങ്ങൾ? സുഖമാണ്, അൽഹംദുലില്ലാ. ഇവിടെ റാഹത്താണ്. എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പഠിച്ചു നൽകട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുടെ വിശാലമാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ രോഗങ്ങളൊക്കെ റബ്ബ് ശിഫയാക്കി തരട്ടെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നി ഈ വീഡിയോക്ക് ലൈക്ക് തരണേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, എല്ലാവരും തൗബ എന്ന സൂറത്ത് നിത്യവും പാരായണം ചെയ്യുന്നവരാണല്ലേ. അങ്ങനെ നിത്യവും പാരായണം ചെയ്യുന്നതിന് കുറച്ച് ഗുണങ്ങളുണ്ട് സൂറത്തിൽ തൗബ ഓതുന്നവന്. ഏതൊക്കെയാണ് ഗുണങ്ങൾ? അള്ളാഹുമായി നല്ലൊരു ബന്ധം, വിശ്വാസം നേടിയെടുക്കാൻ പറ്റും. അതുപോലെ കാപട്യം പോലുള്ള ദുഷ്പ്രവർത്തികളിൽ നിന്നും അള്ളാഹു ഒരു കവചം നൽകപ്പെടുന്ന പറയുന്നത് ഈ സൂറത്ത് ഓതുന്നവന്. അപ്പോൾ അതുപോലെ തന്നെ ഈ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത് നിത്യവും പാരായണം ചെയ്യുന്ന 7 ഗുണങ്ങളുണ്ട് അത്ര. ഏതാണ് ആയത്ത് നോക്കിയാലോ? എല്ലാവർക്കും അറിയുന്ന ആയത്ത് തന്നെയാണ്, എന്നാലും കുറച്ച് പേരുണ്ടാവും അറിയാത്ത ആൾക്കാർ. ഏതാണ് ആയത്ത്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹിം മാ അനിത്തും ആരിസും എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്ത് നിത്യവും ഓതുന്നവന് കുറച്ച് ഗുണങ്ങളുണ്ട്, 7 1. എല്ലാ നിസ്കാര ശേഷവും 3 തവണ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഈ ആയത്ത് 3 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 7 തവണ ചൊല്ലിയതിന് ശേഷം വീണ്ടും 3 സ്വലാത്ത് ചൊല്ലിയാൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, യാത്ര പോകുന്ന സമയത്ത് ചൊല്ലിയാൽ അവന് ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നൽകപ്പെടുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ത് നോക്കിയാലോ? എല്ലാ നിസ്കാര ശേഷവും 7 തവണ പതിവാക്കിയാലും എല്ലാ വഴികളും തുറക്കപ്പെടും. അവൻ അടഞ്ഞു കിടക്കുന്ന എല്ലാ വഴികളും തുറക്കപ്പെടും. അതുപോലെ ആഹാരത്തിന് വിശാലതയുണ്ടാകും. അതുപോലെ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ അള്ളാഹു സഹായിക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും പഠിച്ചവൻ. നാലാമത്തെ കാര്യം, വെള്ളിയാഴ്ച രാവിലെ 3 തവണ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ അള്ളാഹു അവനെ സിഹിർ, കണ്ണേറ് പോലുള്ളതിൽ നിന്ന് സംരക്ഷിക്കും. അഞ്ചാമത്തെ കാര്യം, ജുമാക്ക് ശേഷം 99 തവണ ചൊല്ലിയാൽ, ഒറ്റ അർത്ഥത്തിൽ ചൊല്ലിയാൽ അവൻ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം നൽകപ്പെടുമെന്നാണ് പറയുന്നത്. ആറാമത്തെ കാര്യം, ഉറങ്ങാൻ നേരം 11 തവണ ചൊല്ലിയാൽ സുബഹി വരെ ഒരു ബുദ്ധിമുട്ടും പഠിച്ചോ നൽകില്ല. നമുക്കൊക്കെ പേടിയാണ് ഉറങ്ങാൻ നേരം എന്തെങ്കിലും ബുദ്ധിമുട്ട് പഠിച്ചോ തരുമോ, അങ്ങനത്തെ കാര്യങ്ങൾ അതിനൊക്കെ പഠിച്ചോ സംരക്ഷിക്കുമെന്ന് പറയുന്നത്. ഏഴാമത്തെ കാര്യം എന്താ നോക്കിയാലോ? എല്ലാ ദിവസവും മുടങ്ങാതെ 41 തവണ അള്ളാഹു ഈ ഒരു 2 ആയത്ത് പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇത് ഓതാനുള്ള കഴിവ് പഠിച്ചോ നൽകട്ടെ. അതുപോലെ അതിനുള്ള റഹ്മത്തും ബർക്കത്തും പഠിച്ചോ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.